ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു. പഠനത്തിനും പി ആറിനും വേണ്ടി കാനഡയിലേക്ക് പോയിട്ടുള്ള ചുരുക്കം ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ നല്ല ജോലി കിട്ടാതെയോ പി ആർ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി? ഇവിടെ അധികം ആളുകളില്ല. ഈ കഥയിൽ അധികം ആളുകളില്ല. ഒന്ന്, ഇവിടെ നിന്ന് നിങ്ങളുടെ കുട്ടിയെ ഇവിടെ നിങ്ങൾക്ക് അവിടെ പോകാനും അഡ്മിഷൻ മേടിത്തരികയും ചെയ്ത ഏജൻസി. രണ്ട്, പോയ കുട്ടി. മൂന്ന്, യൂട്യൂബേഴ്സ്, മലയാളം യൂട്യൂബേഴ്സ്, അവരവിടെ പോയ കുട്ടികളാവാം, അവരുടെ വ്യക്തികളാവാം. നാല്, കനേഡിയൻ ഗവൺമെന്റ് പോളിസി. ഈ നാല് പ്രധാനപ്പെട്ട കേസുകളുള്ളൂ. ഇതിലാരാണ് ഉത്തരവ്? ചോദ്യം. ഞാനൊരാളുടെ പേരിലേക്ക് കുറ്റം ആരോപിക്കുന്നില്ല. പക്ഷെ ഒരു ഏജൻസി സംബന്ധിച്ചിടത്തോളം അത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ചെയ്യപ്പെടുന്ന കോളേജിൽ കൂടുതൽ സാമ്പത്തിക ലാഭം കിട്ടുന്ന കോളേജ് അതല്ല അതിന്റെ അടിസ്ഥാനം. കോളേജാണ് യൂണിവേഴ്സിറ്റികൾ. ചില പ്രൊവിൻസുകളിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഓണ്ടാരിയിലൊക്കെ കോളേജുകളുടെ ഫീസ് തന്നെ ഉള്ളൂ. അപ്പോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇന്ന പോലെയാണ് കാര്യങ്ങളെന്ന് ഈ വരുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രോപ്പറായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇന്ന കോഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അടുത്ത 5 വർഷത്തേക്ക് ഇന്ന കോഴ്സുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാനുള്ള സംവിധാനമുണ്ട്. അതവർ ധരിപ്പിക്കാതിരിക്കുകയും അല്ലെ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏജൻസികൾ ചെയ്യുന്ന കുറ്റകരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് ആ പ്രൊവിൻസിൽ പി ആറിന് ഉപകരിക്കുന്ന കോഴ്സ്. ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കണമെങ്കിൽ അപ്പൊ ഈ ഏജൻസികളാണോ ഇതിന് ഉത്തരവാദികൾ? എല്ലാ ഏജൻസികളും മോശപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ പറയുകയുമില്ല. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞ വിദ്യാർത്ഥി കണ്ടു കേട്ടു പുറപ്പെട്ടു. അതിനുപരി സാധാരണ മനുഷ്യൻ ഇന്നത്തെ ഈ ആധുനിക യുഗത്തില് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. പല കാര്യങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ കയറി പുറപ്പെട്ട വിദ്യാർത്ഥികളാണോ ഇതില് ഉത്തരവാദി? ലെറ്റ് ബയർ ബിവെയർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ മനസ്സിലാക്കി ആ ഒരു നിരീക്ഷണം നമ്മൾ നടത്തണം. സ്റ്റുഡൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് ഉണ്ടാവാതെ പുറപ്പെട്ട വിദ്യാർത്ഥിയാണോ അതൊരു ഉത്തരവാദി? അതുകൊണ്ട് ഇനിയിപ്പോ യൂട്യൂബേഴ്സ് ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇങ്ങനെ മലയാളം പഠിക്കാൻ പോയ കുട്ടികൾ വരുന്നുണ്ട്, എമിഗ്രേറ്റ് ചെയ്ത വ്യക്തികൾ വരുന്നുണ്ട്, മലയാളികളുടെ തന്നെ കടമാനം ചാനലുകൾ വരുന്നുണ്ട്. കൂടുതൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്, കൂടുതൽ ലൈക്കിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അവിടെ എന്റെ കാഴ്ചപ്പാട് അവർ പറയുന്ന കുറച്ച് സത്യമുണ്ട്. കാരണം അവർ കാണുന്ന സത്യം അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് കാനഡയെ പറ്റി മനസ്സിലാക്കാൻ യൂട്യൂബേഴ്സിന്റെ പ്രവർത്തനം സഹായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവര് ഇന്നത് ചെയ്യണം ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും കുറച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് അവർ തരുന്നുണ്ട്. ഇനി ഇത് വിട്ടിട്ട് കനേഡിയൻ ഗവൺമെന്റിന്റെ നിയമമാണോ, പോളിസി ചേഞ്ച് ആണോ, അവരുടെ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളാണോ ഇതിന് കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കനേഡിയൻ എമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ കാലാകാലങ്ങളിൽ വരുന്ന നിയമം അപ്ഡേറ്റ്സുകൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വലിയ പോളിസി മാറ്റങ്ങൾ വരുന്ന സമയത്ത് അത് അവർ അനൗൺസ് ചെയ്യാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ കോവിഡിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സാഹചര്യമാണ്. അപ്പൊ ഒരു പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങളും നിയമങ്ങളിലോ അല്ലെങ്കിൽ ചില താളപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരുടെ പോളിസി മാറ്റമാണോ ഇതിന് കാരണമായിട്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ 4 രംഗത്ത് എവിടെയാണ് ഇതിന് പരാജയം കിടക്കുന്നത്? നിങ്ങൾ വന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ചിന്തിക്കുക, യൂട്യൂബേഴ്സ് ചിന്തിക്കുക, അതുപോലെ ഇവിടെ വന്ന മലയാളികൾ ചിന്തിക്കുക, ഇനി പോകാനുള്ള കുട്ടികൾ ചിന്തിക്കുക. എന്നിട്ട് എവിടെയാണോ അതിന് മാറ്റങ്ങൾ വരും, എവിടെയാണോ പരിഷ്കരണം ആവശ്യമായിട്ട്, എവിടെയാണോ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു മനോഭാവം കാണുക. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.